എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വലിയൊരു 20 വർഷമാണ് പിന്നിട്ടത്. പെരുന്നാളിന്റെ അന്നാണ് സ്വീകരണം കണ്ടാത്ത ഒന്ന് രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണ്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കണ്ടേ. മറ്റേ വിശകലന്റെ മോനോ പേരക്കുട്ടിയോ ചിത്തപ്പ കൊച്ചപ്പ മക്കൾ അങ്ങനെ ഏതെങ്കിലും വകുപ്പിൽപ്പെട്ടാണോ? അല്ല, വിശകലന്റെ ഒരു പോസ്റ്റിംഗ് ഉണ്ട്. വിശകലനെ നമ്മളെന്താവുന്നില്ല, ഒരു സ്ത്രീയായിട്ട് കണക്കാക്കുന്നില്ല. സ്ത്രീയുടെ അവയവങ്ങൾ തുന്നിപ്പിടിപ്പിച്ച എന്തോ ഒരു വസ്തു, സാധനം, മനുഷ്യത്വം തൊട്ടും തീണ്ടും തലോടിയിട്ടില്ലാത്ത ഒരു സാധനമാണ്. വിഷപ്പാമ്പ് എന്ന് പറയില്ലേ, വിഷപ്പാമ്പെന്നൊക്കെ പിന്നെ സഹിക്കാം, അതിനേക്കാളും വലിയ വിഷമാണ്. അപ്പം അതിൻ്റെ വല്ല മോനോ പേരക്കുട്ടിയോ അല്ലെങ്കിൽ ആണോ ഈ പറയുന്ന ചങ്ങാതി? ഇത് മനസ്സിലാവണമെങ്കിൽ ഒരുപാട് എന്ത് വേണം? ഗുണങ്ങൾ വേണം, ഒരുപാട് ഗുണങ്ങൾ വേണം. ഒന്ന് മനുഷ്യർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. അങ്ങനെ മനുഷ്യർക്ക് ഉണ്ടായാൽ മനുഷ്യനായിരിക്കണം, മനുഷ്യത്വം വേണം, നന്മ അറിയണം, അതറിയാനുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് ഹൃദയത്തിലും തലക്കകത്തും ചാണകം കുത്തിക്കയറ്റിയിട്ട് ഈ കാളമൂത്രം കുടിച്ച ബുദ്ധിക്ക് എന്താവൂല, ഇത് തിരിയൂല. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എങ്കിലും പറയാൻ നന്മ അറിയുന്ന കേരളത്തിലെ ജനങ്ങൾ, ലോകത്തിലെ ജനങ്ങൾ, അവരുടെ സന്തോഷമാണിത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അന്നെപ്പോലെയുള്ള വർഗീയ വിഷം തുപ്പുന്ന വർഗീയവാദികളുടെ ഒരു ഉറുപ്പിയ 34 കോടിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മഹത്താണത്. മനസ്സിലാവുന്നുണ്ടോ? BJPയിലൊക്കെ RSSലൊക്കെ കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അന്നെപ്പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തീരെയില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മുടെ ശോഭാ സുരേന്ദ്രനൊക്കെ പിന്നെയും കുറച്ചൊക്കെ മെച്ചാണ്, അത്രയ്ക്ക് വർഗീയ വിഷം തുപ്പില്ല. ഈ ശശികല, അന്നെപ്പോലുള്ള കുറച്ച് ഊളകൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് മനുഷ്യത്വത്തോടെ മനുഷ്യത്വം പറഞ്ഞ് ജീവിക്കാൻ കഴിയണം. റഹീം എന്ന് പറയുന്ന സഹോദരൻ, അൻ്റെയും എൻ്റെ വർഗത്തിൻ്റെയും പ്രശ്നം എന്താ? ആ പേരാണ്, റഹീമി എന്നുള്ള പേരാണ്, മുസ്ലിം എന്നുള്ള നാമമാണ്. അതിനോട് എത്ര വെറുപ്പ് തോന്നിയാലും എന്തൊക്കെ ചെയ്താലും ആ ചെയ്യത്തോടുകൂടി ഈയൊക്കെ ചത്തുപോകുന്നുള്ളൂ. അല്ലാണ്ട് ഇസ്ലാമിനോ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കോ എന്താവൂല, ഒരു ചുക്കും സംഭവിക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാണകം വാരി തിന്നുന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു പൊരുത്തവും കിട്ടൂല മക്കളെ. അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധം, ആ കയ്യബദ്ധത്തിന് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ല ഒരു ഭാഗം ജയിലിൽ എന്ത് ചെയ്തു? ചെലവഴിച്ചു. ഇരുട്ടറയിൽ 20 കൊല്ലം. ആ 20 കൊല്ലം ആ മകനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ വേദന നിനക്ക് മനസ്സിലാവുമോ? അതിന് മനുഷ്യനാവണടാ, മനുഷ്യനിക്ക് തന്നെ ഉണ്ടാവണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. ആ ഉമ്മാൻ്റെ കണ്ണീരിൻ്റെ വില പോലെ. അതും അറിയാത്ത വൃത്തികെട്ട മൃഗങ്ങളാണോ നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ മനുഷ്യൻ്റെ ഹൃദയമാണോ നിങ്ങളുടെയൊക്കെ അകത്തുള്ളത് എന്നാ ചോദിക്കാനുള്ളത്. വല്ലാത്ത ജാതി മനുഷ്യന്മാരെന്നെ. ആ ഉമ്മയുടെ കണ്ണീര് മനസ്സിലാക്കി ലോകന് കൊടുത്ത ആ 34 കോടിയുടെ വിജയമാണെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും. മനസ്സിലാവുന്നുണ്ടോ? അത് ഇസ്ലാമിക നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധത്തിന് 20 കൊല്ലം ജയിലിൽ കിടന്ന് 34 കോടി ദിയാദനം കൊടുത്ത് അത് ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖാന്തരം ആ കുടുംബം അത് സ്വീകരിച്ച് അവർ മനസ്സറിഞ്ഞ് മാപ്പ് കൊടുത്ത് അങ്ങനെ തിരിച്ചെത്തിയത് കേരളത്തിലേക്ക്. അത് വല്ലാത്തൊരു പ്രശസ്തി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ചോദിക്കുന്നുണ്ട് എന്താ സർക്കാർ ജോലി, അതിൻ്റെ ആവശ്യം വേണ്ടി വന്നാൽ സർക്കാർ കൊടുത്താൽ സ്വീകരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മുടെ ബേബി ചെമ്മണ്ണൂരാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഇടപെടലാണ് ഈ ഒരു വിഷയത്തിലേക്ക് വൻ വിജയത്തോടുകൂടി ആ മകനെ ഉമ്മാക്ക് തിരിച്ചു കിട്ടിയത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എൻ്റെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കുന്നുള്ളത്. പിന്നെ അനക്കെന്താണ്? ഇനി സർക്കാർ ജോലി കൊടുത്താൽ അത് സ്വീകരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം 20 കൊല്ലം ഇരുട്ടറിയിൽ കഴിഞ്ഞ്
അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു ഓൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ജീവിതം എന്താവും? സർവശക്തനായ നാഥൻ സംരക്ഷിച്ചോളും. ഈ ചാണകം തിന്ന തലച്ചോറ് കൊണ്ട് എന്ത് ചെയ്യേണ്ട? നിങ്ങളതിൽ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് തല പുണ്ണാക്കണ്ടെന്നാണ് പറയാനുള്ളത്. മനുഷ്യനാവാൻ നോക്കി ആദ്യം.